കുമാര, നിന്റെ ക്രോധം പരിധികൾ ലംഘിക്കുന്നത് പലതവണയായി നാം കാണുന്നുണ്ട്. എന്തധികാരത്തിലാണ് നീയൊരു സ്ത്രീയുടെ മേൽ കൈവച്ചത്? നീ ഈ രാജ്യത്തിന്റെ ഭാവി രാജാവാണെന്നല്ലേ പറയുന്നത്? എന്നാൽ യോഗ്യതയുള്ള ഏത് രാജാവാണ് ഏതെങ്കിലും സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? ജ്യേഷ്ഠത്തി, ഇത് ക്രോധമൊന്നുമല്ല, നിരാശയാണ്. നാം നിന്നെ കൊണ്ടുപോകാനാണ് ഇവിടേക്ക് വന്നത്. എന്നാൽ അപ്പോഴാണ് ഇവൾ നമ്മുടെ മാർഗം തടഞ്ഞത്. എന്നാൽ നമുക്ക് നിയന്ത്രിക്കാനായില്ല. അപ്പോൾ ഇപ്രകാരമുള്ള സ്വഭാവവുമായി നീ ഭാവിയിൽ എപ്രകാരം രാജാവാകും കുമാര? നീ മനസ്സിലാക്കുന്നില്ല. ജ്യേഷ്ഠത്തി വൈകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിഥികളുടെ മുൻപിൽ മറുപടി നൽകേണ്ട അവസ്ഥ വരുന്നു. ഈ സ്വയംവരം ആരുടേതാണ്? ജ്യേഷ്ഠത്തിയുടെ തന്നെയല്ലേ? എങ്കിൽ ഈ വിവാഹം വൈകിപ്പിക്കുന്നത് എന്തിന്? ജ്യേഷ്ഠത്തി ഈ രാജ്യത്തിൽ നിന്നും പറഞ്ഞയക്കാനുള്ള തിടുക്കം നിനക്ക് ആവശ്യത്തിലധികം ഉണ്ടെന്ന് കരുതുന്നു കുമാര. ഇത് കണ്ടില്ലേ ഇളയമ്മേ? ഈ അനുജൻ ബാല്യത്തിൽ ജ്യേഷ്ഠത്തിയുടെ വസ്ത്രങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ നടക്കുമായിരുന്നു. ഇന്ന് ജ്യേഷ്ഠത്തിയുടെ വിവാഹം നടക്കുമെന്ന് അറിഞ്ഞിട്ടുകൂടി ഒരു തവണ പോലും ജ്യേഷ്ഠത്തിയുടെ അടുത്ത് വന്ന് ഇരിക്കാൻ ആഗ്രഹിച്ചില്ല. നീ മുതിർന്നു പോയല്ലേ? ഇക്കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല രൂപവതി. നിന്റെ അനുജൻ ഇന്നൊരു ചെറിയ കുട്ടിയല്ല. ബാല്യത്തിലുള്ള ആ സ്നേഹവും ഇന്നില്ല. രൂപവതി, നമ്മൾ ഇനിയും സമയം വൈകരുത്. നമുക്ക് മത്സരം നടക്കുന്ന മൈതാനത്തിലേക്ക് പോവേണ്ടതാണ്. അരുന്ധതി, രൂപവതിയെയും കൂട്ടി മത്സരം നടക്കുന്ന മൈതാനത്തിലേക്ക് ചെല്ലും. അവന്റെ ഈ അടങ്ങാത്ത ക്രോധം കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. ആ ദിവസം മഹാരാജാവിന്റെ അറയ്ക്ക് മുമ്പിൽ നിന്നും അപഹരണം നടത്തിയതിന് പിന്നിൽ ഈ കുമാരന്റെ കരങ്ങളാണുള്ളത്. എന്നാൽ തെളിവുകൾ എവിടെയാണ്? തെളിവുകളൊന്നുമില്ലാതെ രാജകുമാരിയോട് പറയുകയാണെങ്കിൽ കുമാരി നമ്മുടെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ? എന്നാൽ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്, ഈ വിവാഹവും ഈ സ്വയംവരവും ഇത്രയും തിടുക്കവും രൂപവതിയെ സംബന്ധിച്ച് ഒട്ടും ഉചിതമാവില്ല. അതുപോലെ ഇതിന്റെ പിന്നിലും കുമാരന്റെ തന്നെ ഗൂഢാലോചനയാണുള്ളത്. രൂപവതി ഇത്രത്തോളം വൈകുന്നത് എന്താണ്? മത്സരങ്ങളുടൻ ആരംഭിക്കേണ്ടതാണ്. രാജകുമാരന്മാർക്ക് സംശയമുണ്ടായാൽ, പ്രത്യേകിച്ച് അനൽ രാജകുമാരനെ കാണുമ്പോൾ തന്നെ അറിയാം. ഇതാ നോക്കൂ, ഇതാ നമ്മുടെ രാജകുമാരി എത്തിക്കഴിഞ്ഞു. എന്തായാലും രൂപവതി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് നമുക്ക് ഇനി മത്സരങ്ങൾ ആരംഭിക്കാം. ഇതെന്താ? ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തെക്കുറിച്ച് മാതാവിന് വിവരമറിയിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതിയില്ലേ? നാം അവന്റെ മാതാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹമുണ്ടാവില്ലേ നമ്മുടെ പുത്രന്റെ അവസാന പരീക്ഷ കാണണമെന്ന്?
തീർച്ചയായും അവിടുന്ന് ഇത്രയും വലിയ ധീരജന്മം നൽകി വളർത്തിയതാണ്. അവിടുത്തേക്ക് അതുകൊണ്ട് പൂർണ്ണ അവകാശവുമുണ്ട്. അതുകൊണ്ട് വിജയം സുനിശ്ചിതം തന്നെയാണ്. മത്സരങ്ങൾ ആരംഭിക്കാമല്ലോ. എത്രയും പെട്ടെന്ന് മത്സരങ്ങൾ അവസാനിക്കുന്നുവോ അത്രയും ശുഭകരമായിരിക്കും. അതിനുശേഷം നാം നമ്മുടെ യഥാർത്ഥ വിനാശലീല ആരംഭിക്കുന്നതാണ്. രാജകുമാരന്മാരെ, നിങ്ങൾ ഏവരും നിങ്ങളുടെ ശൈലിയിൽ ധീരത കാട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അവസാന മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയിയാവുന്ന ആര് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിന്റെ കഴുത്തിൽ രൂപവതി വർണ്ണമാല്യം അണിയിക്കുന്നതാണ്.